കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷ FCയെ നേരിടാനായി മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച ഇറങ്ങാനായിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മുടെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിലും ഗോൾ കീപ്പറായിട്ട് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് ലാറ ശർമ്മയിൽ തന്നെയാണ്. ലാറ ശർമ്മയുടെ മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വല കാക്കാൻ ഇപ്പോൾ അവസരമൊരുക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 2 സെൻറ്റർ ബാക്കുകളായി ഉണ്ടാവുക മിലോസ് ഫ്രിൻസിച്ചും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചുമായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് പ്രീതം കോട്ടാലിനെ അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് സന്ദീപ് സിംഗിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ജിക്സൺ സിംഗും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ പഴയ കോംബോ വീണ്ടും തിരികെ എത്തുകയാണ് ജിക്സൺ സിംഗ്, വിപിൻ മോഹനൻ. അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും മധ്യനിരയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ എഡ്രിയാൻ ലൂണയും മധ്യനിരയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി 2 സ്ട്രൈക്കേഴ്സായി കളിക്കുക ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഫെഡോർ എന്തായാലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദിമിത്രിയോസിന് പരിക്കായതുകൊണ്ട് തന്നെ താരം പകരക്കാരനായി ഇറങ്ങാനുള്ള സാധ്യത ഇവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇഷാൻ പണ്ഡിത ആൻഡ് ഫെഡോർ ചേനി സ്ട്രൈക്കായിരിക്കും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. എന്ത് തന്നെയായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനത്തോടെ തന്നെ ഒഡീഷ തകർത്തുകൊണ്ട് സെമിയിലേക്ക് മുന്നേറട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിൽ വിജയത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് മത്സരത്തിലുപരി എഡ്രിയാൻ ലൂണയുടെ കംബാക്ക് തന്നെയാണ്. താരത്തിൻ്റെ കംബാക്കിൽ മികച്ച ഒരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എഡ്രിയാൻ ലൂണ ആ തീരുമാനം തന്നെ ഇടം നേടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ലൂണയുടെ മികച്ച പ്രകടനത്തിനായി നമുക്ക് വെള്ളിയാഴ്ച കാത്തിരിക്കാം.